ഹലോ ഗൈസ്, ഞങ്ങൾ ചെറിയൊരു ട്രിപ്പിംഗ് ബൈക്കിലാണ്. കുറച്ച് കോയിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഫുൾ ഓഫ് റോഡാണ്. ഇതാണ് നമ്മളെ ഹെവി ഡ്രൈവർ ആക്കിപ്പ്. ഇതാണ് നമ്മളെ ഓഫ് റോഡ്. ഇത് അഭിഷേക്. അഭിഷേകിന് ഹായ് പറയൂ. ഹായ്. ആക്കിപ്പ് ഹായ് പറയൂ. ഹായ്. ഓക്കെ. ഹായ് ഹായ്. ഹായ് ഹായ്. ഇതാണ് നമ്മളെ കോയിന് നടക്കാനുള്ള പെട്ടി. ഇത് നമ്മളെ ആക്കിപ്പിന്റെ എളാപ്പത്തൊരു കോഴി ഫാം ഉണ്ട്. അപ്പൊ അവിടെ പോയാല് ഫ്രീ ആയിട്ട് കോഴിക്കളെ കിട്ടും. 30-40 ദിവസങ്ങളായ കോഴിക്കളെ നമുക്ക് കിട്ടും. ഫ്രീ ആയിട്ട് കിട്ടും. ആക്കിപ്പിന്റെ എളാപ്പ ഫ്രീ ആയിട്ട് നമുക്ക് തരും. ഇന്ന് ഇതിന് വീഡിയോക്ക് സ്പോൺസർ ചെയ്യുന്ന ആക്കിപ്പിന്റെ എളാപ്പയാണ്. പിന്നെ ഇത് നമ്മളെ ആക്കിപ്പിന്റെ വാപ്പാന്റെ വണ്ടിയാണ്. 4x4 വണ്ടിയാണ്. അത് നമുക്ക് സ്പോൺസർ ചെയ്ത ആക്കിപ്പിന്റെ വാപ്പയാണ്. ഇന്ത്യയിലെ റോഡാണ് ഇപ്പത്. ഇന്ത്യയിൽ എത്ര നല്ല റോഡുകളുണ്ട്. ഈ റോഡിൽ കൂടെ തന്നെ വരുന്നേനാ മുന്നേ നോക്കി വണ്ടിയുടെ. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ മാരക ഓഫ് റോഡ്. ഇവിടുത്തെ വ്യൂ ഒക്കെ നിങ്ങൾ കാണണ്ടോ? ഇതാണ് ഇവിടുത്തെ വ്യൂ. രസിച്ച് പോട്ടെ. അതേപോലെ തൂങ്ങിന്നോ ബാക്കാണ്ട് പോയി. ഈ ബാക്കാണ്ട് പോയി നേരെ മണ്ടപടെ വെച്ച് ഒരു തെങ്ങുമ്പോഴുണ്ട് ഇടിച്ചു പോട്ടെ. ഇപ്പൊ എല്ലാരും ജീപ്പിലൊക്കെ പോകുമ്പോ ശ്രദ്ധിച്ചൊക്കെ കയറിയിരിക്കുക. വണ്ടി ഓടിച്ചെന്ന് ബൈക്ക് പോലും ഇറക്കാൻ്റെ അവസ്ഥ. ഇതാണ്ട് അവിടെ ഫുള്ള് സ്കിഡാണ്. കണ്ടാ സൈഡിന് മൊത്തം സ്കിഡാവും. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ആക്കിപ്പ് പറയണത്. ഞാൻ സ്കിഡാവാൻ പോയിന്ന്. ഞാൻ 2 വട്ടം 3 വട്ടം പോയി ഈ ഇറക്കത്തില്. പിന്നെ എനിക്ക് വേണ്ട ബൈക്കാട്ട് പൈസ തരുമോ? ആദ്യം കുഞ്ഞാപ്പ് ഉണ്ടായിട്ടാ. അല്ല അല്ല നമ്മളിത് ഇറക്കാനുള്ള സ്ഥലമൊക്കെ എനിക്കറിയില്ല. എന്തിറക്കാളെ പോയി ഇറക്കാൻ കറക്കാനോ? അതാ സാധാ കോഴിപ്പീടി കൊണ്ടെടുത്തു അർത്ഥം. ഹലോ ഗായ്സ്, ഇതാണ് നമ്മളെ ആക്കിപ്പിന്റെ വാപ്പാന്റെ സ്ഥലം. ആക്കിപ്പിന്റെ വാപ്പ റിച്ചാണ്. ചെറുട്ട് അംബാനിയാണ് ആക്കിപ്പിന്റെ വാപ്പ. ഇതൊക്കെ നമ്മളെ ആക്കിപ്പിന്റെ വാപ്പാന്റെ ഇറ്റാച്ചിയാണ്. ടാറ്റയിലും ഷെയറൊക്കെ ഉണ്ട്. നമ്മളെ ആക്കിപ്പിന്റെ വാപ്പാക്ക് ഒരു മില്ലുണ്ട്. ഇതെന്തിനടാ ചെകിരി കൊണ്ടുള്ള ഇതിനെന്തിനു പറയാ? കോക്കനട്ട് ഫൈബർ. ഇതാണ് നമ്മുടെ ചിക്കൻ ഫാം. നിങ്ങൾ കാണണം. അതൊക്കെ നമ്മുടെ ആക്കിപ്പിന്റെ തന്നെയാണ്. ഇതാണ് നമ്മുടെ കോഴി ഫാം. ഇതാണ് നമ്മളെ കോഴി ഫാം. നമ്മളിവിടെ കോഴിക്ക് ഫാനൊക്കെ വെച്ച് കൊടുത്തു. ഫാന്, ലൈറ്റ്, എല്ലാ സെറ്റപ്പും നമ്മൾ ചെയ്ത് കൊടുത്തു. ഒരു ഫാമിൽ ഒന്നിലെത്ര ഉണ്ടാവും ഒരു കൂട്ടില്? ആക്കിയ 2000 ഉണ്ടോ ഒരു കൂട്ടിൽ എന്നാ പറഞ്ഞു. അപ്പം നമ്മൾ കൊണ്ടുവന്നത് ഇങ്ങനത്തെ ഒരു അമേരിക്കൻ ടൂറിസ്റ്റിന്റെ ഒരു പെട്ടിയാണ്. അപ്പൊ ആദ്യം നമുക്ക് ഈ പെട്ടി ഒന്ന് റെഡിയാക്കണം. അമേരിക്കൻ ടൂറിസ്റ്റൊക്കെ നമ്മൾ ഈ പെട്ടി ഒന്ന് റെഡിയാക്കി വെക്കണം. സെറ്റപ്പ് 4 സൈഡ് ഇങ്ങനെ ആക്കി സൈഡ് ഇങ്ങനെ ആക്കിട, മറ്റേ സൈഡ് ആക്കിട. അങ്ങനെ ഒരു ചെറിയൊരു വട്ടം കിട്ടാൻ മതിടാ. അതിന്റെ ഉള്ളിൽ ഇങ്ങനെ എടുത്തിടാ. ചെറിയൊരു വട്ടം ഇട്ടാ മതി. ചാക്കോ മൂപ്പര് അതിൽ എടുത്തിട്ടുണ്ടോ? ഹലോ ഗൈസ്,
നമ്മളെ ബായി നമുക്ക് വേണ്ടിയിട്ട് കോയിന് എടുത്തു തരുന്നുണ്ട്. ഭയങ്കര കാട്ടാണ്, ഇതിനുള്ളിൽ കയറാൻ പറ്റില്ല. അവിടെ നോക്കുമ്പോൾ ഇവിടെ അഭിഷേകവുമായിട്ട് കൂടി പെട്ടിക്ക് ഓട്ടിട്ട് കൊണ്ടിരിക്കുകയാണ്. അഭിയേ ഓട്ടിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കാണിച്ചാ എടാ അത്ര വലിയ ഓട്ടൊന്നും വേണ്ടടാ. അബിയുടെ കല ആള് തന്നെ നമ്മുടെ കോയിനും കൊണ്ട് നമ്മുടെ ബായി ഇവിടെ എത്തിയിട്ടുണ്ട്. ബായ് ഓപ്പൺ കരേ ബായ് നമുക്ക് ഇതിൽ കുറച്ച് കോയിനും കൊണ്ട് വന്നിട്ടുണ്ട്. 5 കോയിൻ നമുക്ക് ബായ് തന്നിട്ടുണ്ട്. 5 ഫ്രീ ആണ്. ഒക്കെ നമ്മുടെ ആക്ടിവിന്റെ ആളാപ്പ. ഈ കോയിനൊന്നും തൊടാൻ ഇവിടെ ഒറ്റൊന്നിനും പറ്റില്ല. എല്ലാത്തിനും തിന്നാൻ മാത്രം പറ്റുള്ളൂ. അറച്ച കോയിനെ മാത്രം തൊടുള്ളൂ എന്നാ പറഞ്ഞേ. എല്ലാം കഴിഞ്ഞ് ബായ് പോയി. നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. നമ്മളും പോവാണ്. കഴിഞ്ഞ് പോവാൻ വേണ്ടി വണ്ടി കയറാൻ നോക്കുമ്പോഴാണ് ഈ സത്യം ഞങ്ങൾ അറിഞ്ഞത്. മുതലാളിതാ നമ്മളെ കോഴിക്കോടൊക്കെ ഇതാക്കണ് പത്രായിട്ട് കിടക്കണ്. ഞങ്ങൾ പോവാണ്. ബൈ 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 ബൈ. പിന്നെ നമ്മളെ പണി പറഞ്ഞാല് കുഞ്ഞാപ്പൂനെ ഫോൺ വിളിക്കുക, കോഴിനെ കൊണ്ടുപോവാ അറക്കുക. നാളെ നമ്മളെ അബിന്റെ ഏട്ട ഗൾഫിൽ നിന്ന് വരികയാണ്. അപ്പോൾ പെരിയിൽ ഫുള്ള് ചിക്കൻ്റെ പരിപാടിയാണെന്നാണ് പറഞ്ഞത്. അതൊക്കെ നമ്മളെ ആക്കിയതിൻ്റെ വാപ്പാൻ്റെ ഇതാണ്. ഇത് പറഞ്ഞാൽ ചെകിരിൻ്റെ എന്തോ ഒരു ബിസിനസ്സാണ്. ഈ തേങ്ങ വെച്ച് ചേരി എടുത്തിട്ടേ കയറുണ്ടാക്കണോ എന്തോന്നാവോ, കുറച്ച് വളം ഉണ്ടാക്കണ പരിപാടി ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ പണിക്കാർക്ക് നിൽക്കാനുള്ള ഗസ്റ്റ് ഹൗസാണ് ആ കാണുന്നത്. അപ്പം അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോവുകയാണ്. അങ്ങനെ നമ്മൾ കോഴി ഫാമിലെത്തി. നമ്മളെ കോഴിക്കളം ഇപ്പോൾ അവിടെ തീരുമാനമാക്കും. ഒരു കോഴി വെട്ടിയാ എത്ര ഒന്നിന്റെ മുകളിലുണ്ടാവോ? ഇത് മുറിക്കാതെ ഒരു 1,800 ഉണ്ടാവും. മുറിച്ച് കഴിഞ്ഞാലോ 500 പോവും. ഇതൊരു 1,200 ഉള്ള കോഴിക്കാണ്. 1,200 കറക്റ്റുണ്ടാവും. ഒരു കോഴി കുറച്ചൊരു കാര്യം. ഇതൊരു 1,500 ഇറച്ചിണ്ട്. ബാക്കിയൊക്കെ 1,200 ഉണ്ടാവും. അങ്ങനെ നമ്മളുടെ കോഴി ഇതാ മുറിക്കൽ തുടങ്ങിയിരിക്കണേ. കയ്യാനായിക്കണ നമ്മളെ പോയി ഇങ്ങനായി. നമ്മൾ പെരിയിലെത്തി. ആക്കിഫ് പോണ്. ബായ് ആക്കിഫേ, ബൈ പറടാ. നമ്മളെ പെരിയിലെത്തി ഗൈസ്. നമുക്ക് ഇമ്മാൻ്റെ എക്സ്പ്രഷൻ ഒന്ന് കണ്ടോക്കാം. ഫ്രീ ആയിട്ട് ചിക്കൻ കിട്ടിയ മന്ത് കാട്ടുന്നുള്ളത്. വേവരി മതി. കോയിണ്ട് ട്ടാ, കോയിണ്ട്. ഇല്ല അല്ലല്ല, ഫ്രീ ആയിട്ട് അമ്മക്ക് കോയിനെ കിട്ടിയേക്കണേ. ഇമ്മ നോക്കിയാണ് ഇമ്മന്റെ എക്സ്പ്രഷൻ അങ്ങോട്ടെ ചത്തതോ എത്താ ചത്ത കോയിനെ കൊണ്ടുവന്നില്ല. ഓ മക്ക് സന്തോഷായി. പെട്ടിയിട്ട് കൊണ്ടുവന്ന് അവിടെ വരുന്നായിക്ക് അവിടെ നിന്ന് മുറിച്ച് അതിന് നിർത്താളി കവർ എടുത്താളി. ഞാൻ കേട്ടു ഒറ്റ കവറുള്ളൂ. നോക്കട്ടെ നോക്കട്ടെ. അയ്യോ ഹാപ്പി ആയി. അൽഫാം പീസ് കൊണ്ടുവന്നു കേട്ടാ മുറിച്ചാണ്ട്. അത് ശരി, അൽഫാം പീസാണ് വെട്ടി ചെറുതാക്കാലോ. ചെറുത് കൊടുന്നാൽ വലുതാക്കാനില്ലല്ലോ. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഓക്കെ ബൈ.